നിങ്ങൾ അവിടെ ഒരു മൂമനും കണ്ടുപോയി എന്ന് പറയണത് എന്നെക്കുറിച്ചാണ് ചോദിച്ചു വരണതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ മുഖത്തൊരു പുഞ്ചിരിയായിട്ട് എന്താ പറയുക, ഒരു ഇതായിട്ട് ഒരു വാക്കില്ലേ പുഞ്ചിരിക്ക്, അത് മന്ദഹാസമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചോദിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ കൊള്ളണില്ല, നിങ്ങൾക്ക് തോൽക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, നിങ്ങൾ സ്വയം തോൽക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഞാനിങ്ങനെ ആരെക്കുറിച്ചും പറയാനൊന്നും പോയിട്ടില്ല. നിങ്ങളുടെ സോഷ്യൽ നാവുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിഡ്ഢി നാവുകൊണ്ട് പറയുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയണത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് പോരും. അപ്പോൾ നിങ്ങൾ കണ്ടുപോയി പറയുമ്പോൾ അങ്ങനെയല്ല, കണ്ടുപോയി അല്ല, കണ്ടുപോയില്ല അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, വിഡ്ഢികളുടെ, ആണത്വമില്ലാത്തവരുടെ, സംസാരിക്കാൻ കഴിവില്ലാണ്ട് എങ്ങനെയായി നിങ്ങൾ ഈ ചെകുത്താൻ വിഡ്ഢികളുടെ ജീവനില്ലാത്ത വസ്തുക്കളെ പ്രണമിച്ച് ആരാധിച്ച് അവരെയല്ല പ്രണമിക്കേണ്ടത്. അതാണ് വിഡ്ഢിത്വം, അതല്ല പ്രണമിക്കേണ്ടത്. ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കുക, അറിയുക, ധൈര്യത്തോടെ മനസ്സിലാക്കുക, അറിയുക, അതാണ് കാര്യം. അപ്പം നിങ്ങളെന്താ ചെയ്യണേ? വിഡ്ഢികൾ ആരെയും ഇതിനെക്കുറിച്ചുമുണ്ടോ? അവർ അരുന്നൂട്ടി വാങ്ങല്ലേ ചെയ്യുള്ളൂ, നമ്പർ അനുസരിച്ച്, കാലം അനുസരിച്ച്. അപ്പോൾ പിന്നെ പിന്നെയും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ തോൽക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയണല്ലേ. അങ്ങനെ ആരെക്കുറിച്ചും പറയാറില്ല, എനിക്ക് ധൈര്യമുണ്ട്. അപ്പോൾ തോൽക്കും ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആണത്വവും പെണ്ണത്വം ഇല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും പോലെ, ചെകുത്താൻ വിഡ്ഢികളുടെ പോലെ, ആദിവാസി ഭംഗിയുള്ളവരുടെ പോലെ നടക്കണേ. ലക്ക് കെട്ട് നടക്കണതിൽ ഞാൻ സഹകരിക്കണമെന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സ്വഭാവം എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവനുള്ള ദൈവത്തിൻ്റെ സ്വഭാവവും ലക്ക് കെട്ട് നടക്കുന്ന വിഡ്ഢി ജനങ്ങൾ, ആണത്വം പെണ്ണത്വം ഇല്ലാത്ത ആണും പെണ്ണിനെയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. വിഡ്ഢിത്വവും ജീവനില്ലാത്ത ഹിന്ദു, മുസ്ലിം, റോമൻ കാത്തലിക്സ് പോലത്തെ വിഡ്ഢിത്തവും ജീവനുള്ള ദൈവത്തിൻ്റെ വിസ്ഡവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഒരു ഗർത്തം അതിനാണ് സ്ഥാപിച്ചാണ്. ഹെവനും എർത്തിന് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് അതാണ്. ഹെവൻ എർത്ത് എന്ന് പറയുന്നത് വളരെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം, അത് വേറെ ടൈപ്പ്.